ഡാനിയുടെയും അവിനാഷിൻ്റെയും പിന്നാലെ സുബ്രുവും അമ്മയും ഓടി. ഈ സമയം അലക്സ്, അമൃത ഇറങ്ങുന്നില്ലേ? നമ്മ എങ്ങോട്ട് പോകും? ഞാൻ ചേട്ടായിക്കൊന്ന് വിളിക്കട്ടെ. പക്ഷെ അവൻ വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തു എന്നല്ലാതെ ഡാനി എടുത്തില്ല. അവൻ വീണ്ടും വിളിച്ചു. ഒടുവിൽ ദേഷ്യമെന്ന് അവൻ സീറ്റിലേക്ക് ഫോൺ എറിഞ്ഞു. ഇതെല്ലാം കണ്ട് അമ്മു എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. ചേട്ടന് വിളിക്കാം. അവൾ അവിനാഷിനെ വിളിച്ചു. രണ്ടാമത്തെ റിങ്ങിൽ അവൻ ഫോൺ എടുത്തു. ആ അമ്മു പറ. ചേട്ടനെവിടെ? ശ്രീയെ കിട്ടിയോ? കിട്ടി. പക്ഷേ എന്താ പ്രശ്നം? അവൾക്ക് വല്ലതും? ഞങ്ങൾ അവളുടെ അടുത്തെത്തി. പക്ഷേ അവൾക്ക് ആരെയും ഓർമ്മയില്ല. എന്തിന്? അവൾ ആരാന്ന് പോലും അവൾക്കറിയില്ല. അയ്യോ, ഇനി എന്ത് ചെയ്യും? അറിയില്ല. നീ എവിടെയാ? വീട്ടിലാണോ? അല്ല, അത് പറയാനാ വിളിച്ചത്. ഞാനും അലക്സി സാറും കാട്ടിലെത്തിയിട്ടുണ്ട്. നിങ്ങളെവിടെയാ? ഓ, ഇവിടെ എത്തിയോ? ഒരു കാര്യം ചെയ്യുന്നേ, അവന് ഫോൺ കൊടുക്ക്. സർ, ചേട്ടനാണ്. ആ അവിനാഷ്, പറയൂ. അവൻ അവർക്ക് അടുത്തുള്ള ഓരോ വഴി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഫോൺ വെച്ചു. അമൃത വരൂ, കുറച്ച് നടക്കാനുണ്ട്. ബാഗ് എടുത്തോ? ശരി സർ. അവൾ അവന് പിന്നാലെ കാറ്റിനുള്ളിലേക്ക് നടന്നു. മൂപ്പ, ഞങ്ങൾ പറയുന്നത് സത്യമാണ്, ഒന്ന് വിശ്വസിക്ക്. ഞാൻ എങ്ങനെ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കും? ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അത്രയും മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. നിങ്ങൾ അവളെ കൊണ്ടുപോകുന്ന നല്ല ഉദ്ദേശത്തോടെയാണെങ്കിലും എനിക്ക് ആ കുട്ടിയുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും കാണണം, അതും തെളിവ് സഹിതം. ഡോ, താൻ ആളെ കളിയാകുകയാണോ? ഞാൻ അവളെ കൊണ്ടുപോകുന്നത് തനിക്ക് കാണണോ? അത് പറഞ്ഞ് ഡാനി അവളുടെ അടുത്തേക്ക് പോയി. അവർ തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ മുൻപിൽ തോറ്റുപോയി. ഡാനി ശ്രീയുടെ കൈകൾ പിടിച്ചെന്നിട്ട് അവളോട് പറഞ്ഞു, വാ പോകാം. നിന്റെ വീട് ഇവിടെയല്ല. നിനക്കൊരു ആക്സിഡന്റ് പറ്റി, നീ കാട്ടിൽ പെട്ടതാ. നിന്റെ അമ്മയും ബാക്കിയുള്ളവരും നിനക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയാ. എൻ്റെ കയ്യിൽ നിന്ന് വിട്, ഞാൻ എവിടേക്കുമില്ല. സാവിത്രിയാണ് എൻ്റെ അമ്മ എന്നിവർ പറഞ്ഞല്ലോ. അപ്പോൾ അവിനാഷ് അങ്ങോട്ട് വന്നു. മോളെ ശ്രീ, ഞാൻ നിന്റെ കൂട്ടുകാരി അമൃതയുടെ ചേട്ടനാണ്. പ്ലീസ് ഞങ്ങളുടെ കൂടെ വാ. എനിക്കറിയില്ല, ഒന്നും ഓർമ്മയില്ല നിങ്ങളെ എനിക്ക്. അപ്പോഴേക്കും അലക്സിയും അമ്മുവും അങ്ങോട്ടെത്തി. അവളെ കണ്ടപാടമ്മു ശ്രീ എന്ന് വിളിച്ച് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഡാനി അവളുടെ കയ്യിൽ പിടിച്ചു വിട്ട് മാറി നിന്നു. ശ്രീ, നിനക്ക് എന്നെയും ഓർമ്മയില്ലേ? ഇല്ല. ആരാ? ഞാൻ അമൃത എന്ന അമ്മു. ഇനിയിപ്പോൾ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ? എനിക്കൊന്നും അറിയില്ല. അലക്സി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തു പറയണമെന്ന് അവനറിയില്ലായിരുന്നു. അപ്പം അങ്ങോട്ട് മൂപ്പൻ കയറി വന്നു. മൂപ്പ പ്ലീസ്, ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ? ശരി, കൊണ്ടുപോകാം. പക്ഷെ ഒരു നിബന്ധനമുണ്ട്. എന്ത്? നിങ്ങളുടെ കൂടെ സുബ്രു നാട്ടിലേക്ക് വരും. 1 മാസം അവൻ നിങ്ങളുടെ കൂടെ അവിടെ കഴിയണം. എന്തിന്? നിങ്ങൾ നിരീക്ഷണം നടത്താൻ. അവളുടെ കൂടെ ഉള്ളത് അവരുടെ കുടുംബമാണ് എന്ന് അവന് ബോധ്യപ്പെടണം. ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ നിങ്ങൾക്ക് അവളെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതൊക്കെ പറഞ്ഞ് മൂപ്പൻ ശ്രീയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവളോട് പറഞ്ഞു, മോളെ. എന്താ മൂപ്പ? മോൾ, ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ഇവരുടെ കൂടെ പോവണം. എന്നാലും നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. അത് മോൾ വയലൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയല്ലേ? മരുന്ന് കുടിക്കാനും എല്ലാത്തിനും മോൾ അനുസരിക്കാൻ വേണ്ടിയല്ലേ? എന്നാലും ഒരെന്നാലുമില്ല. മോളും റെഡിയാവ്. സാവിത്രി ചെല്ലി മോളെ ഒരുക്കി കൊടുക്ക്. വാ മോളെ. എന്തായി? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സമ്മതമല്ലേ? അതേ മൂപ്പ. സുബ്രു 1 മാസമോ വേണമെങ്കിൽ 1 വർഷമോ നിന്നോട്ടെ. ഞങ്ങൾക്ക് അതുകൊണ്ടൊരു കുഴപ്പമില്ല. കുറച്ചു കഴിഞ്ഞ് സാവിത്രി ശ്രീയെയും കൊണ്ട് പുറത്തേക്ക് വന്നു. എല്ലാവരും അവളെ തന്നെ നോക്കി കാണുമായിരുന്നു. ഈ 4-5 ദിവസം കൊണ്ട് അവൾ ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നാലും അവളുടെ സൗന്ദര്യത്തിനൊരു കുറവ് വന്നിട്ടില്ല. സാവിത്രി അവളെ അമ്മുവിനെ ഏൽപ്പിച്ചു. അമ്മു അവളെയും കൊണ്ട് കാറിലേക്ക് കയറി. കാറിലേക്ക് കയറുന്നതിന് മുൻപ് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. എല്ലാവരോടും കണ്ണുകൊണ്ട് ഞാൻ പോവുകയാണെന്ന രീതിയിൽ കണ്ണ് ചിമ്മി കാണിച്ചു. എന്നിട്ട് അവൾ കാറിലേക്ക് കയറി. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം. സുബ്രു, നീ കാറിൻ്റെ ഫ്രണ്ടിൽ കയറിക്കോ. അവിനാഷ് അവനെ ഡോറ് തുറന്നു കൊടുത്തു. എന്നിട്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. സുബ്രു എല്ലാവരോടും പോവുകയാണെന്ന രീതിയിൽ കൈവീശി കാണിച്ചു. അവൻ്റെ അമ്മ കണ്ണ് നിറച്ചുകൊണ്ട് അവനോട് പോയിട്ട് വാ എന്ന് പറഞ്ഞു. അവരുടെ കാറിന് പിന്നിലായി ഡാനി വണ്ടിയെടുത്തു. അലക്സും അതിൻ്റെ ഫ്രണ്ടിൽ കയറി. എല്ലാവരോടും പോവുകയാണെന്ന് പറഞ്ഞു. ഡാനി അവിനാഷിൻ്റെ കാറിൻ്റെ പിന്നാലെ കാർ ഓടിച്ചു പോയി. ഇതേ സമയം വീട്ടിൽ പാലമറ്റം തറവാട്ടിന് മുന്നിൽ ഒരു കാറ് വന്നു നിന്നു. കാറിൻ്റെ ശബ്ദം കേട്ട് റിൻസിയും സീതയും ഉമ്മറത്തേക്ക് വന്നു. കാറിൽ നിന്ന് ജോൺ റോയും ഇറങ്ങി വന്നിട്ട് റിൻസിയോട് പറഞ്ഞു, എടിയേ, നമ്മുടെ മക്കൾ അവിടുന്ന് പോന്നിട്ടുണ്ട്. ശ്രീ അവർ കണ്ടുപിടിച്ചു. നീ വേഗം അവർക്ക് റൂമും ഭക്ഷണവും എല്ലാം റെഡിയാക്കി വെക്ക്. പിന്നെ ഒരു പ്രശ്നമുണ്ട്. എന്താ ചായ? എന്താ പ്രശ്നം? റിൻസി വേവലാതിയോട് ചോദിച്ചു. സീതയുടെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു.
സീത റോയ് പറയുന്നത് എന്തെന്ന് കേൾക്കാൻ ചെവി കൂർപ്പിച്ചു നിന്നു. അവരുടെ മനസ്സിൽ തൻ്റെ മകൾക്ക് ഒരാപത്തും വരുത്തരുത് എന്ന ചിന്ത മാത്രമായിരുന്നു. അത് പിന്നെ എങ്ങനെയാ? റോയ് പറഞ്ഞു മുഴുവനാക്കും മുൻപേ അവിനാഷിൻ്റെയും ഡാനിയുടെയും കാറുകൾ ഗേറ്റ് കടന്ന് വീടിനുമ്പുറത്തേക്ക് വന്നു നിർത്തി. മുന്നിലെ കാറിൽ നിന്നും അവിനാഷും സുബ്രുവും ഇറങ്ങി. പിറകിലെ കാറിൽ നിന്ന് ഡാനിയും അലക്സും ഇറങ്ങി. അവിനാഷ് അമ്മുവിനെ ഡോറ് തുറന്നു കൊടുത്തു. അമ്മു പതിയെ ശ്രീയെ പുറത്തേക്ക് ഇറക്കി. അത് കണ്ട് സീതയും റിൻസിയും അങ്ങോട്ട് ഓടിച്ചെന്നു. അയ്യോ, എൻ്റെ മോൾക്ക് എന്തു പറ്റി? തലയിലൊക്കെ എന്താ ഇത് കെട്ടൊക്കെ? സീത പറയുന്നത് കേട്ട് ശ്രീ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പം അമ്മ അവളോട് പറഞ്ഞു, നീ നോക്കണ്ട, ഇതാണ് നിന്റെ അമ്മ സീത. അപ്പം ശ്രീ സീതയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. പക്ഷേ അവളുടെ ഓർമ്മയിൽ അങ്ങനെ ഒരു മുഖം തന്നെ ഇല്ലായിരുന്നു. ഇതെല്ലാം കണ്ട് ജോൺ പറഞ്ഞു, സീതെ, നീ ഒന്ന് മാറിക്കൊടുക്ക്, അവൾ തൽക്കാലം ഒന്ന് വിശ്രമിക്കട്ടെ. മോളി അമ്മു, നീ അവളെ റൂമിലേക്ക് കൊണ്ടുപോ. ശരി സാർ. അമ്മു അവളെ അകത്തേക്ക് കൊണ്ടുപോയി. പിറകെ പോകാൻ നിന്ന് സീതയെ റോയ് വിളിച്ചു. സീതേ, നീ ഇപ്പം അങ്ങോട്ട് പോകണ്ട, നിന്നോട് ശ്രീയെക്കുറിച്ച് ഞങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. ഇവൻ ഏതാ നിങ്ങളുടെ കൂടെ ഒരു പുതിയ കാട്ടുവാസി? അത് പിന്നെ അച്ഛാ, മൂപ്പൻ ഞങ്ങളുടെ കൂടെ ശ്രീയെ പറഞ്ഞേക്കാൻ തീരെ വിശ്വാസമില്ല. അപ്പോൾ കുറച്ച് ദിവസം ഇവനെ ഞങ്ങളുടെ കൂടെ നിർത്താൻ പറഞ്ഞു. എന്തൊക്കെയാണ് ശ്രീയെക്കുറിച്ച് മൂപ്പൻ പറഞ്ഞത്? എന്തൊക്കെയാണ് അവളുടെ പ്രശ്നങ്ങൾ? എല്ലാവരും അത് കേൾക്കാൻ വേണ്ടി ശ്രദ്ധയോടെ ഹാളിൽ ഒരുമിച്ച് കൂടി. എല്ലാവരോടും കൂടി അവിനാഷ് പറഞ്ഞു തുടങ്ങി. അവൾ ഇപ്പോഴും നോർമലല്ല. അവൾ ആരാണെന്നോ നമ്മൾ ആരൊക്കെയാണെന്നോ അവൾക്കറിയില്ല. മൂപ്പൻ പറഞ്ഞത് വീഴ്ചയുടെ ആഘാതത്തിൽ അവൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു എന്നാണ്. തലയ്ക്ക് പിന്നിൽ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? അവിനാഷ് പറയാൻ തുടങ്ങി. നമ്മളൊന്നും ചെയ്യേണ്ട മേഡം, മൂപ്പൻ കുറച്ച് മരുന്ന് തന്നിട്ടുണ്ട്. അത് തുടർച്ചയായി കൊടുത്ത അവളുടെ തലയിലെ പരിക്ക് ഭേദമാകുമെന്നും അവൾക്ക് കുറച്ച് ഓർമ്മശക്തി തിരിച്ചു വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. ക്രമേണ 1 മാസത്തിനുള്ളിൽ അവളുടെ ഓർമ്മശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ സീത കുറച്ച് ആശ്വാസമായി. സീത റിൻസിയോടായി പറഞ്ഞു, ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ, വീട്ടിലേക്ക് പോകണം. അവിടെ അടച്ചിട്ട് കുറേ ദിവസമായില്ലേ. ഇത് കണ്ട അലക്സി, നിങ്ങൾ എങ്ങോട്ടും പോകണ്ട. എൻ്റെ കയ്യിൽ നിന്നാണ് അവൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചത്. അപ്പോൾ അവരുടെ അസുഖം ഭേദമാകുന്നത് വരെ നോക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. എല്ലാവരും അത് ശരിവെച്ചു. അപ്പോൾ സീത പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. എന്നാലും നിങ്ങൾ എൻ്റെ മോളെ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു തന്നു. അതുമാത്രമല്ല, എന്നെയും എൻ്റെ ഭർത്താവിനെയും ഇത്രയും ദിവസം നോക്കി. എൻ്റെ വീട് വരെ നോക്കാൻ നിങ്ങൾ ആളെ ഏർപ്പാടാക്കി. പോകുന്നത് നിങ്ങളോട് ഇഷ്ടം ഇല്ലാഞ്ഞിട്ടല്ല, ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഇഷ്ടക്കേടുണ്ടായിട്ടോ അല്ല. ഞങ്ങളുടെ ലോകം ആ വീടാണ്. ഞങ്ങൾ 3 പേര് മാത്രമായിട്ടുള്ള ഒരു കൊച്ചു സ്വർഗമാണ് ആ വീട്. ദയവ് ചെയ്ത് പോകാൻ അനുവദിക്കണം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വന്ന് അവളെ കാണാവുന്നതാണ്. നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നിന്നെ ഞങ്ങൾ തടയില്ല. പക്ഷേ എല്ലാവരും അപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കി. എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി ജോൺ പറയാൻ തുടങ്ങി. അവളുടെ ഒരു ചെലവും നീ നോക്കാൻ പാടില്ല. എല്ലാ ചിലവും ഞങ്ങൾ നോക്കും, അവളുടെ അസുഖം മാറുന്നത് വരെ. അതിൽ നിനക്ക് സമ്മതമാണെങ്കിൽ നിനക്ക് അവളെയും കൊണ്ട് പോകാം. എനിക്കെന്ത് സമ്മതക്കുറവാണുള്ളത്? നിങ്ങളെല്ലാവരും എനിക്ക് ദൈവത്തെ പോലെയാ. നിങ്ങളെ ഇഷ്ടം പോലെ അവളുടെ ചെലവ് നോക്കാം. അവളെ എപ്പോൾ വേണമെങ്കിലും വന്ന് കാണുകയും ചെയ്യാം. സീതയുടെ മറുപടി എല്ലാവരിലും വളരെ സന്തോഷമുണ്ടാക്കി. എന്തു, നീ അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം അവരുടെ കാറിൽ എടുത്തു വെക്ക്. റിൻസി സെർവൻറ്റിനോട് വിളിച്ചു പറഞ്ഞു. ശരി മേഡം, ഞാൻ പോയി ശേഖരേട്ടൻ എടുത്തുകൊണ്ട് വരാം. അത് പറഞ്ഞ് മുകളിലേക്ക് പോകാൻ നിന്ന് അവിനാഷിനെ ഡാനി തടഞ്ഞു. നിനക്ക് എടുത്തുകൊണ്ട് വരാൻ കഴിയില്ല, ഞാൻ എടുത്തുകൊണ്ട് വണ്ടിയിൽ ഇരുത്തിക്കോളാം. ഓക്കെ ബ്രദർ, നിന്റെ ഇഷ്ടം പോലെ. അവിനാഷ് പുഞ്ചിരിയോടെ മാറിക്കൊടുത്തു. ഡാനി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. ശേഖരനെ എടുത്തുകൊണ്ട് വന്ന് കാറിൽ ഇരുത്തി. ഡോറടച്ച് തിരിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഡാനിയിൽ ഒരുപാട് ദേഷ്യം ഉണ്ടാക്കി. അവൻ്റെ കണ്ണെല്ലാം ചുവന്ന് ഞരമ്പ് വലിഞ്ഞു മുറുകി. അവൻ ദേഷ്യത്തോടെ അലക്സിയുടെ അടുത്തേക്ക് നടന്നു. നീ എന്തിനാ അവളെ എടുത്തത്? ഇവൾക്ക് നടക്കാൻ കഴിയില്ല, അതാ ഞാൻ. അലക്സിയുടെ കയ്യിലാണ് നമ്മുടെ ശ്രീ. അതാണ് ഡാനിക്ക് ദേഷ്യം വരാൻ കാരണം. നടക്കാൻ കഴിയില്ലെങ്കിൽ എടുക്കാൻ ഇവിടെ ഞാനുണ്ട്. വേറെ ആരും അവളെ തൊടേണ്ട, അതെനിക്കിഷ്ടമല്ല. ബാക്കി എല്ലാവരും ഇതിപ്പോൾ എന്താ എന്ന രീതിയിൽ വാ പൊളിച്ച് നിൽക്കുന്നുണ്ട്. നീ അവളെ താഴെ വെക്ക്, ഞാനെടുക്കാം. ഇത് അലക്സിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതുവരെ അവളെ കൊണ്ടുവരാമെങ്കിൽ എനിക്കിവളെ കാറിലിരുത്താനും അറിയാം. അതും പറഞ്ഞ് അലക്സി അവളെ കാറിലിരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ഇതൊക്കെ കണ്ട് ശ്രീയുടെ കിളികളെല്ലാം പറന്നു പോയിരുന്നു. പാവം കുട്ടി, ആരെയും ഓർമ്മയില്ലല്ലോ. ദേഷ്യം വന്ന ഡാനി കാറെടുത്ത് പോയി. ഡാനി, ഡാ നിക്ക്. റിൻസി വിളിച്ചപ്പോഴേക്കും അവൻ പോയിരുന്നു.
നീ അവനെ വിളിക്കേണ്ട, അവനെ കുശുമ്പ് കയറിയതാ. അതും പറഞ്ഞ് ജോൺ ചിരിച്ചു. എന്നാലും ഒരെന്നാലും ഇല്ല. നീ ഇവരെ യാത്രയാക്ക്. സീത ഇപ്പം അകത്തുനിന്ന് വരും. അമൃതയും സുബ്രുവും വേറെ കാറിലും ബാക്കിയുള്ളവർ അലക്സിയുടെ കൂടെയും കയറി. എന്ന് റിൻസി ഞങ്ങൾ ഇറങ്ങട്ടെ, അങ്ങോട്ട് വരണേ. അത് പിന്നെ പറയണോ സീതേ, ഞാൻ എൻ്റെ മോളെ കാണാൻ വരാതിരിക്കുമോ? അല്ലേ ചായ? അല്ല പിന്നെ, ജോൺ താളത്തിൽ പറഞ്ഞു. അവരുടെ കാർ മുന്നോട്ടെടുത്തു. കണ്ണിന് മായുന്നവരെ അവർ നോക്കി നിന്നു. ഉടൻ തന്നെ വേറൊരു കാർ ഗേറ്റ് കടന്ന് വന്നു നിർത്തി. മോളി സോഫി, അമ്മച്ചി, ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ പറയാം, എനിക്ക് വിശക്കുന്നു. ഫുഡ് താ. വാ, എല്ലാവരും അകത്തുണ്ട്, ഒരുപാട് വിശേഷമുണ്ട് പറയാൻ. അവർ രണ്ടുപേരും അകത്ത് പോയി. ശ്രീയുടെ വീട്ടിലെത്തി കാറ് നിർത്തി സീതയും അലക്സിയും അമ്മവും സുബ്രുവും ഇറങ്ങി. അപ്പോഴാണ് അവർ അത് കണ്ടത്. വീടിൻ്റെ ഡോർ ആരോ തുറന്നിരിക്കുന്നു. ഇതാരാ തുറന്നത്? കീ നമ്മുടെ കയ്യിലല്ലേ? ജോലിക്കാരെല്ലാം പോയതാണല്ലോ. അത് അലക്സി കുഞ്ഞെ, അവിനാശായിരിക്കും. ഏയ്, ചേട്ടൻ വീട്ടിലാണ്. അമ്മയും അച്ഛനെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോയതാ. പിന്നെ ആരാ? അപ്പം അത് അകത്തുനിന്ന് മുണ്ടു മടക്കി കുത്തി മീശയും പിരിച്ച് ചിരിച്ചുകൊണ്ട് അവൻ വരുന്നു. അവനെ കണ്ടതും ശ്രീ ആദ്യമായി കാണുന്ന പോലെ നോക്കിയിരുന്നു പോയി. അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു അവനെ കാണാൻ. ഡാനി സാർ എന്താ ഇവിടെ? മോനെപ്പോൾ വന്നു? അല്ല, താക്കോൽ എങ്ങനെ കിട്ടി? അതമ്മേ, എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഫുഡ് കൊണ്ടുവരാൻ വന്നതാ. പക്ഷെ നിങ്ങളിവിടെ എത്തിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഉള്ളിലേക്ക് കയറി. ആണോ? നന്നായി മോൻ ചെയ്തത്. ഇനിയൊന്നും ഉണ്ടാക്കാൻ നോക്കണ്ടല്ലോ. ഇതെല്ലാം കണ്ട് അലക്സിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ ശ്രീയെ ഇറക്കാൻ ഡോറ് തുറന്നു. പെട്ടെന്ന് ഡാനി ഡോറിൽ കൈവച്ച് തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോനെ, അച്ഛനെടുക്കാൻ നോക്ക്, ഇവളെ ഞാനെടുത്തോളാം. എന്താ ഞാനെടുത്താ? ഡാ, എന്നെ അറിയാലോ, വെറുതെ വാശി കയറ്റണ്ട. ഞാൻ എടുക്കാൻ വന്നതാണെങ്കിൽ ഞാൻ എടുക്കും. സുബ്രുവും അമ്മവും വാവിളിച്ചിരിക്കുവാണ്. സീത സാധനങ്ങൾ എടുത്തു വെക്കുന്ന തിരക്കിലും. ഒടുവിൽ അലക്സി ഡാനിക്ക് വാശിയുടെ മുന്നിൽ തലകുനിക്കേണ്ടി വന്നു. കാരണം ഡാനിയുടെ വാശി അത്രത്തോളം ഉണ്ടെന്ന് അലക്സിക്ക് അറിയാമായിരുന്നു. ഡാനി ശ്രീയെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. അലക്സി സീതയുടെ കൂടെ അച്ഛനെടുക്കാൻ സഹായിച്ചു. അതൊരു ചെറിയ വീടായിരുന്നു. ആകെ 2 ബെഡ്റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡാനി ശ്രീയോട് ചോദിച്ചു, ഇതിലേതാണ് നിന്റെ റൂം? എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. അത് ശരിയാണല്ലോ, നിനക്ക് ഓർമ്മയില്ലല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യാം, നിന്റെ റൂമിൽ നിന്റെ ഫോട്ടോ വല്ലതും ഉണ്ടാവും, അങ്ങനെ നോക്കാം. ഡാനി ശ്രീയെ കൊണ്ട് കയറിയ റൂം തന്നെയായിരുന്നു ശ്രീയുടേത്. കാരണം അവിടെ അവളുടെ വലിയ ഫോട്ടോ ഉണ്ടായിരുന്നു. കൂടാതെ അവളുടെ ഡ്രസ്സും ബുക്കും കാര്യങ്ങളും പുറത്ത് ടേബിൾ തന്നെ ഉണ്ട്. ആ, ഞാൻ കയറിയ റൂം കറക്റ്റാണല്ലോ. അവൻ അവളെ പതുക്കെ ബെഡിൽ പിറകിൽ തലയണ വെച്ച് ചാരിയിരുത്തി. ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ? നിനക്കെന്നെ മുന്നേ എപ്പോഴെങ്കിലും കണ്ടത് ഓർമ്മയുണ്ടോ? ഇല്ല, ഒന്നും ഓർമ്മയില്ല. നിങ്ങളെൻ്റെ ബോസാണെന്ന് എനിക്കറിയാം. അതാര് പറഞ്ഞു? ഏറെക്കുറെ കാര്യങ്ങളെല്ലാം അമ്മ പറഞ്ഞു. എനിക്കും നിനക്ക് മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതറിയണമെങ്കിൽ നിന്റെ ഓർമ്മ പൂർണ്ണമായും തിരിച്ചു വരണം. അതെന്താ? നീ വല്ലാതെ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. നിനക്ക് ഓർമ്മ വരുന്നവരെ നിന്റെ പിറകിൽ ഞാനും ഉണ്ടാകും, ഒരു നിഴലായി. നിന്നെ ആർക്കും ഞാൻ കൊടുക്കില്ല. അവൻ കുനിഞ്ഞു വന്ന് അവളുടെ നെറ്റിയിൽ പതിയൊരു കുഞ്ഞു ചുംബനം നൽകി. അവൾ ഞെട്ടി അവനെ നോക്കി. നീ നോക്കണ്ട ഉണ്ണക്കണ്ണി, ഞാൻ ഇടയ്ക്കിതുപോലെ എപ്പോഴും തരും. അതിന് നിന്റെ എന്നല്ല ആരുടെയും സമ്മതം എനിക്ക് വേണ്ട. അച്ഛൻ പോട്ടെ മോളെ. അത് പറഞ്ഞവൻ മൂളിപ്പാട്ടും പാടി പുറത്തേക്ക് പോയി. എന്നാൽ പുറത്തിതെല്ലാം കേട്ടുനിന്ന് അലക്സിക്കൊരു കാര്യം മനസ്സിലായി. തൻ്റെ ശ്രീ കൈവിട്ടു പോയി എന്ന്. എന്തായാലും ചേട്ടായിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കണം. പക്ഷെ അവൻ വന്നപ്പോഴേക്കും ഡാനി കാറെടുത്ത് പോയിരുന്നു. അലക്സി ഡാനിയുടെ പിറകെ കാറെടുത്ത് പോയി. ഈ പിള്ളേർ രണ്ടൊന്നും കഴിക്കാതെ പോയല്ലോ. ആ, വല്ല തിരക്കുണ്ടാകും. സീതമ്മേ, ആ അമ്മു, ഭക്ഷണം എടുക്കട്ടെ? വേണ്ട സീതമ്മേ, ഞാൻ ശ്രീയെ വിളിച്ചിട്ട് വരാം, ഒരുമിച്ച് കഴിക്കാം. ആ, എന്നാൽ ഞാൻ അച്ഛന് ചോറ് കൊടുക്കട്ടെ? മരുന്നുള്ളതല്ലേ, എന്നിട്ടും നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ശരി. ശ്രീയുടെ റൂമിൽ. നീ എന്താ ശ്രീ മിണ്ടാതിരിക്കുന്നേ? അത് ഞാനേ ഓരോന്ന് ഓർക്കായിരുന്നു. എന്താ ഇത്രയും ഓർക്കാൻ? അതൊന്നുമില്ല. എന്നാൽ പോയി ഫ്രഷായി വാ, എനിക്ക് വിശക്കുന്നു. ഡാനി സാർ നല്ല ബിരിയാണി വാങ്ങി വെച്ചിട്ടുണ്ട്. നീ പോയിക്കോ, ഞാൻ വരാം. പെട്ടെന്ന് വാ, ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. അവൾ ഓരോന്നോർത്ത് ബാത്റൂമിൽ കയറി ഫ്രഷായി ഹാളിലേക്ക് വന്നു. വാ മോളെ, കഴിക്കാം. അമ്മു കഴിക്കാൻ തുടങ്ങിയിരുന്നു. പതുക്കെ കഴിക്കാമോ? എടി, ബിരിയാണി പതുക്കെ കഴിക്കാൻ പാടില്ല, ആർത്തിയോടെ കഴിക്കണം. പൂടി. നീ എന്താ സുബ്രു നിലത്തിരുന്ന് കഴിക്കുന്നേ? അത് ശ്രീകുഞ്ഞെ, എനിക്കിതാണ് ഇഷ്ടം. നീ എഴുന്നേൽക്കാനായോ? ഇനിയും വേണോ? മതിയമ്മേ, എനിക്ക് കിടക്കാൻ ഒരിടം എവിടെന്ന് വെച്ചാ. ഓ അങ്ങനെ. ശ്രീമോളെ. ആ അമ്മേ. നീയും അമ്മുവേ കഴിച്ചു കഴിഞ്ഞ് സുബ്രുവിന് പുറത്തുള്ള ചായപ്പൊന്ന് നന്നായി കൊടുക്കണം.
ശരിയമ്മേ. അവർ ചായ്പ വൃത്തിയാക്കാൻ പോയി. ഈ സമയം ഡാനിയുടെ വീട്ടിൽ. അമ്മച്ചി, എന്നതാടാ? ചേട്ടായി വന്നോ ഇങ്ങോട്ട്? നീ പുറത്ത് കാറ് കണ്ടോ? ആ കണ്ടു. എന്നവൻ മുകളിലുണ്ട്. പതിവില്ലാതെ മൂളിപ്പാട്ടും പാടി പോകുന്നത് കണ്ടു. കഴിക്കാൻ വിളിച്ചിട്ടും വന്നില്ല. നീ അവനെ വിളിക്ക് കഴിക്കാൻ. അലക്സ് മുകളിലേക്ക് പോയി. ഡാനി ബാൽക്കണിയിൽ ചെയറിൽ കണ്ണടച്ച് ചാരി കിടക്കുമായിരുന്നു. ചേട്ടായി. ആ, നീയും അവിടെ നിന്ന് പോന്നോ? നിനക്കെന്ത് പറ്റി? അത് ചേട്ടായി പറ. അത് പിന്നെ ശ്രീയെക്കുറിച്ചാണോ നിനക്കറിയേണ്ടത്? അത് ചേട്ടായിക്ക് എങ്ങനെ മനസ്സിലായി? നിനക്ക് അവളോട് ഒരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു. അത് സത്യമാണ്. എനിക്ക് അവളെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന് പുറത്താണ് അവൾക്ക് ഞാൻ ജോലി കൊടുത്തത് പോലും. നീയാണ് അവൾക്ക് ജോലി കൊടുത്തതെന്നോ? നീയാണ് അവളെ സ്നേഹിച്ചതെന്നോ? ചേട്ടായി കളിയല്ല, കാര്യം പറഞ്ഞതാ. എനിക്ക് അവളെ ഇഷ്ടമാണ്. എനിക്കവളെ വേണം. നിർത്തടാ. ഇന്നലെ കണ്ട ശ്രീയെ മാത്രമേ നിനക്കറിയൂ. അവൾ ആരായെന്നറിയോ? എൻ്റെ പെണ്ണ, എൻ്റെ മാത്രം. വിട്ടുതരില്ല ഞാൻ, നിനക്കെന്നല്ല ആർക്കും. ചേട്ടായി, സോറി, ഞാൻ പെട്ടെന്ന് എല്ലാം ഞാൻ പറയാം. അതിനു മുൻപ് അവൾക്ക് ഓർമ്മ തിരിച്ചു വരണം. അന്ന് ഞാൻ അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും ഞാൻ അവളുടെ ആരായെന്ന്. എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ നടന്നത് എന്തിനാണെന്ന്. അതുവരെ ഒന്ന് നിങ്ങൾ കാത്തിരിക്കണം പ്ലീസ്. ചേട്ടായിയുടെ ഇഷ്ടം നിനക്ക് വിഷമായോടാ? ഞാനത് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ നീ എന്നോട് എന്തും ചോദിച്ചോ, പക്ഷെ അവളെ മാത്രം ചോദിക്കരുത്. എൻ്റെ ജീവനാണടാ. ഇല്ല ചേട്ടായി, ഞാനിനി ആ കണ്ണുകൊണ്ട് ശ്രീയെ നോക്കില്ല. കുറച്ച് വിഷമുണ്ടെങ്കിലും എല്ലാം മറക്കാം. വാ, അമ്മച്ചി കഴിക്കാൻ വിളിക്കുന്നുണ്ട്. തൽക്കാലം ആരും ഒന്നും അറിയണ്ട. ഡാനി താഴേക്ക് പോയി. ചേട്ടായി പറഞ്ഞത് അവൾ സമ്മതിച്ചില്ല എങ്കിൽ ഞാൻ അവളെ ചേട്ടായിക്ക് തരില്ല. കാരണം ഞാൻ അവളെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട്. അത് മനസ്സിൽ വിചാരിച്ച് അലക്സ് താഴേക്ക് പോയി. പക്ഷേ വരാൻ പോകുന്ന കാര്യങ്ങൾ ഇനിയും അവരുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് അവർക്കറിയില്ലായിരുന്നു. എൻ്റെ അമ്മോ, നീ ക്ഷീണിച്ചോ? നീ കളിയാക്കണ്ട. മനുഷ്യൻ തിന്ന ബിരിയാണി മുഴുവൻ ദഹിച്ചു. അച്ചോടാ, സാരല്ല. ആ പാവത്തിന് വേണ്ടിയല്ലേ. നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഉള്ള കട്ടിലും പോയി കാട്ടുവാസികളെയും കൊണ്ടുവരും ബാക്കിയുള്ളവരുടെ സമയം കളയാൻ. അങ്ങനൊന്നും പറയല്ല അമ്മു. അതൊരു പാവാ. എന്നെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ടല്ലേ അവനെ മൂപ്പൻ എൻ്റെ കൂടെ അയച്ചത്. എനിക്ക് ഓർമ്മ വന്ന അവനങ്ങ് പൊയ്ക്കോളും. അതുവരെ നീ ഒന്ന് ക്ഷമിക്കട്ടെ. എനിക്കറിയാം, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ. അല്ല ശ്രീ, നിനക്ക് ആരെയും ഒന്നും ഓർമ്മയില്ലേ? എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഒന്നും തന്നെ എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ എന്തൊരു പക്ഷേ? അത് പിന്നെ പറ, പോരട്ടെ. മോളെ ശ്രീ, കഴിഞ്ഞില്ലേ? ദേ അമ്മ വിളിക്കുന്നു. ബാക്കി പിന്നെ പറയാം. ആ അമ്മ, കഴിഞ്ഞു. ഞങ്ങൾ വരുവാ. അവൾ വീട്ടിലേക്ക് കയറി. ശ്രീ, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. വൈകുന്നേരം കാണാം. നീ പോയി റെസ്റ്റ് എടുക്ക്. ശരി, വൈകുന്നേരം വാ. ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ. മോൾക്കിപ്പോൾ തലവേദന ഒന്നും ഇല്ലല്ലോ? ഇല്ലമ്മേ, ഞാനൊന്ന് കുറച്ച് നേരം കിടക്കട്ടെ. അച്ഛൻ ഉറങ്ങിയോ? അച്ഛൻ മരുന്ന് കുടിച്ച് ഉറങ്ങി. ഇനി വൈകുന്നേരം നോക്കിയാൽ മതി. മോള് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ നോക്ക്. ശരിയമ്മേ. ശ്രീ അവളുടെ റൂമിലേക്ക് പോയി. ദൈവമേ, എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നഷ്ടപ്പെട്ട ഓർമ്മ തിരിച്ചു കൊടുക്കണേ. സീത കണ്ണു തുടച്ച് ശേഖരൻ്റെ അടുത്തേക്ക് പോയി. മുറിയിലെത്തിയ ശ്രീ ആകെ അസ്വസ്ഥയായിരുന്നു. മനഃപൂർവ്വമാണ് അമ്മുവിനോടെല്ലാം മറച്ചു വെച്ചത്. ഒന്നും തനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഡാനി, അയാളെ മാത്രം ഓർമ്മയുണ്ട്. പക്ഷേ എങ്ങനെ? എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം പോലും ഓർമ്മയില്ല. പക്ഷേ അയാളുടെ തിളങ്ങുന്ന നീലക്കണ്ണുകൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഒന്നെനിക്ക് മനസ്സിലായി, അയാളും ഞാനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതാണ് അയാൾ അടുത്ത് വരുമ്പോൾ എൻ്റെ ഹൃദയം 10 മടങ്ങ് ശക്തിയിൽ മിടിക്കുന്നത്. ഓരോന്നോർത്തുകൊണ്ട് അവൾ പതിയെ മയക്കത്തിലേക്ക് വീണു. അവൾക്കറിയില്ലായിരുന്നു ഒരു കാലത്ത് അവളുടെ ജീവനായിരുന്നു അവനെന്നുള്ള കാര്യം. ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞു. ശ്രീക്ക് ചെറുതായിട്ട് ഓർമ്മ വന്നു തുടങ്ങിയിട്ടുണ്ട്. അലക്സിയും ഡാനിയും ഇടയ്ക്ക് അവളെ കാണാൻ പോകും. അലക്സിനെ അവൾക്ക് മനസ്സിലായില്ലെങ്കിലും ഡാനി അവൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അലക്സി മുകളിലേക്ക് വന്നപ്പോൾ സോഫിയുടെ റൂമിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. നീ വളരെ ഹാപ്പിയാണല്ലോ സോഫി. എങ്ങോട്ടാ ഇത്ര ധൃതിപ്പെട്ടു പോകുന്നത്? അമ്മച്ചി ഒന്നും ഇച്ചായനോട് പറഞ്ഞില്ലേ? ഇല്ലല്ലോ. ഞങ്ങളെ ശ്രീ ചേച്ചി കാണാൻ പോവുകയാ. എന്തിന്? അതോ കല്യാണം ആലോചിക്കാൻ. ആർക്ക്? അത് ഞാൻ അമ്മച്ചിയോടും അപ്പച്ചനോടും അച്ചാച്ചനോടെല്ലാം പറഞ്ഞു. എന്ത്? ഇച്ചായൻ്റെ ലാപ്പിലെ ശ്രീയുടെ ഫോട്ടോ കണ്ടിരുന്നു എന്നും ഇച്ചായനും ശ്രീയും ഇഷ്ടത്തിലാണെന്നൊക്കെ. എന്നിട്ട് ചേട്ടായി ഏതായാലും പണ്ടെങ്ങോ കാണാണ്ട് പോയ ചേച്ചിയെ ഓർത്ത് കല്യാണത്തിനൊന്നും സമ്മതിക്കാതെ നടക്കല്ലേ. നീ ഒന്ന് തെളിച്ച് പറ. അതുണ്ടല്ലോ
സോഫി വാ, ഇറങ്ങാനായില്ലേ? സമയം കുറേയായി. ദാ വന്നു, ബാക്കി ഞാൻ വന്നിട്ട് പറയാം. ഇപ്പോൾ പോട്ടെ, ബായ്. സോഫി ഡി പറഞ്ഞിട്ട് പോടി. അപ്പോഴേക്കും സോഫി അവരുടെ കൂടെ കാറിൽ കയറിയിരുന്നു. അലക്സ് താഴെ എത്തിയപ്പോഴേക്കും അവരുടെ കാറ് ഗേറ്റ് കടന്നു പോയിരുന്നു. അവൻ മുകളിലേക്ക് കയറാൻ നിന്നപ്പോൾ ഡാനി ട്രാവൽ ബാഗും പുറത്തിട്ട് റെഡിയായി താഴോട്ട് വരുന്നുണ്ടായിരുന്നു. ചേട്ടായി എങ്ങോട്ടാ? എനിക്ക് അത്യാവശ്യമായി ഡൽഹി വരെ പോകണം. അവിടെ നമ്മുടെ ബിസിനസ്സിൽ ചെറിയ കുഴപ്പമുണ്ട്. വരാൻ 2 മാസം എടുക്കും. അമ്മച്ചിയോട് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പിന്നെ വേറൊരു വിശേഷമുണ്ട്. എന്താ? അവർ നിനക്ക് പെണ്ണ് കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. സോഫി പറഞ്ഞു നിനക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന്. ഒക്കെ ഞാനാണ് അവരോട് ആലോചിക്കാൻ പറഞ്ഞത്. ഏതായാലും നിന്റെ പെണ്ണിനെ ഞാൻ വന്നിട്ട് കണ്ടോണ്ട്. ഒറ്റക്കല്ലാട്ടോ, എൻ്റെ ശ്രീയും ഉണ്ടാവും കൂടെ. അപ്പോൾ ഓക്കെ, ഞാനിതൊക്കെ പറഞ്ഞു എന്ന് അവരോട് പറയണ്ട. പോയിട്ട് വരാം. ഡാനി കാറുമെടുത്ത് പോയി. അലക്സ് എല്ലാം കേട്ടു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു നിന്നു. ശ്രീ ഇപ്പം നോർമലാണ്, എല്ലാം ഓർമ്മയുമുണ്ട്. ഇന്നലെയാണ് അമ്മ പാലമറ്റത്തുനിന്ന് ആലോചന വന്ന കാര്യം പറഞ്ഞത്. ആദ്യമൊക്കെ സമ്മതിച്ചില്ലേലും അമ്മയുടെ സന്തോഷവും അച്ഛൻ്റെ മുഖത്തെ പുഞ്ചിരിയും കണ്ടപ്പോൾ വേണ്ട എന്ന് വെക്കാൻ തോന്നിയില്ല. പക്ഷേ ഇച്ച സമ്മതിച്ചു. അപ്പം ഞാനന്ന് ഇച്ചയുടെ കൂടെ കണ്ട പെൺകുട്ടി, അവളെയല്ലേ ഇച്ചയ്ക്കിഷ്ടം? ദൈവമേ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതൊക്കെ ചോദിക്കാൻ ഇച്ചയെ പിന്നെ കണ്ടതുമില്ല. എന്തായാലും ഇന്ന് വരുന്നുണ്ടല്ലോ, എല്ലാം അറിയണം. മണവാട്ടി, ആ മൂസേ നീ വന്നോ? എടി അവരിപ്പോൾ വരും, നീ ഒന്ന് റെഡിയാവ്. എടി ഇതൊക്കെ മതി, പോരാ കുറച്ച് മേക്കപ്പൊക്കെ ആവാം. എന്തിന്? അതിന് ഇച്ചയ്ക്ക് ഇഷ്ടാവില്ല. ആ എന്നാ വേണ്ട. എന്താ നീ ഇപ്പോൾ പറഞ്ഞേ? അത് പിന്നെ ഇനി ഉരുളിൻ്റെ മോളെ പലവട്ടായി ഞാൻ ചോദിക്കണമെന്ന് കാര്യം. അപ്പോഴൊക്കെ നിനക്ക് ഓർമ്മ ശരിക്കും വരട്ടെ എന്ന് കരുതി. ഓർമ്മ വന്നപ്പോഴും നീ ഒഴിഞ്ഞു മാറി. ഇപ്പം എനിക്കെല്ലാം അറിയണം. നീ ഒച്ച വെക്കാതെ, അവരൊക്കെ കേൾക്കും. എന്ന മോള് പറ, എന്താ ഡാനി സാറും നീയുള്ള ബന്ധം അന്ന് വണ്ട് തട്ടിയപ്പോൾ ഉള്ള പരിചയമാണെന്ന് പറയണ്ട. സത്യം പറയാം. ഇച്ഛനെൻ്റെ പ്രണയമായിരുന്നു, എൻ്റെ പ്രാണനായിരുന്നു ഒരു കാലം. പരസ്പരം തിരിച്ചറിയാതെ എൻ്റെ മനസ്സിൽ എനിക്ക് മാത്രം തോന്നിയൊരു പ്രണയം. പകുതി വഴിയിൽ വെച്ച് കുഴിച്ചു മൂടേണ്ടി വന്ന എൻ്റെ പ്രണയം. അന്ന് നമ്മൾ രണ്ടാളും +2 ആണ്. ആ ഇടക്കാണ് ഇച്ചയുടെ കമ്പനിയുടെ സ്പോൺസർഷിപ്പിൽ നമ്മുടെ കോളേജിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് തുടങ്ങുന്നത്. അന്ന് മുതലാണ് എൻ്റെ മനസ്സ് കൈവിട്ട് പോയത്. പാലമറ്റം ഗ്രൂപ്പിലുള്ള ജോണും റോയിയും ഇച്ചയുടെ അനിയത്തി സോഫിയും ഇനാഗുറേഷൻ വന്നിരുന്നു. അന്നത്തെ ദിവസം എൻ്റെ പേര് ജോൺ കുര്യൻ, ഇതെൻ്റെ മകൻ റോയ് കുര്യൻ, മറ്റേതെൻ്റെ കൊച്ചുമോൾ സോഫിയ. എൻ്റെ ഭാര്യ റോസമ്മയുടെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഹോസ്പിറ്റൽ, അതും പാവങ്ങൾക്ക് വേണ്ടി. അങ്ങനെ MK ഗ്രൂപ്പിൻ്റെ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് 2 വർഷം കഴിഞ്ഞു. ഈ ക്യാമ്പും ഹോസ്പിറ്റലും തമ്മിൽ എന്ത് ബന്ധമെന്നായിരിക്കും നിങ്ങളെല്ലാവരും ആലോചിക്കുന്നത്. ബന്ധമുണ്ട്. ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സാണ് ഈ ക്യാമ്പിൽ വരുന്നത്. മെഡിക്കൽ ക്യാമ്പിൽ എല്ലാവർക്കും പങ്കെടുക്കാം. നിങ്ങൾ മെഡിക്കൽ ക്യാമ്പിൽ എല്ലാ ടെസ്റ്റും ചെയ്യാം, അതും ഫ്രീ ആയിട്ട്. നിങ്ങൾക്കുള്ള അസുഖത്തിന് എത്ര തന്നെ ചിലവാണെങ്കിലും ആ ചിലവ് മുഴുവൻ MK ഗ്രൂപ്പ് വഹിക്കുമെന്നതാണ് നിങ്ങൾ അറിയിക്കുന്നു. ക്യാമ്പുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് അറിയിക്കുന്നു. ഇനി അവസാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്യാമ്പ് നടത്തുന്നത് ഞാനോ എൻ്റെ മകനോ അല്ല. എൻ്റെ കൊച്ചുമോനായ ഡാനിയൽ റോയ് കുര്യനാണ് ഈ ക്യാമ്പിലെ ചുമതല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവനെ അറിയിക്കാവുന്നതാണ്. അവൻ ഏത് സമയവും ഇവിടെ ഉണ്ടാവും. 6 മാസമാണ് ക്യാമ്പ് നടത്തുന്നത്. എല്ലാവരും പൂർണ്ണമായും സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നു. അങ്ങനെ ക്യാമ്പ് ഉദ്ഘാടനം കഴിഞ്ഞു. അവരെല്ലാവരും പോയി. കോളേജിൻ്റെ ഫുട്ബോൾ ഗ്രൗണ്ടിലായിരുന്നു ക്യാമ്പ് നടന്നിരുന്നത്. ആളും ബഹളവും എല്ലാം കഴിഞ്ഞു. എല്ലാവരും ക്ലാസ്സിൽ കയറി. ക്ലാസ്സിലെ മിക്ക പെൺകുട്ടികളുടെയും സംസാരം ഡാനിയെക്കുറിച്ചായിരുന്നു. കാരണം ഒന്ന് തന്നെ, ഡാനിയുടെ ഗ്ലാമറായിരുന്നു മുഖ്യ വിഷയം. രണ്ടാമത്തെ കാര്യം ദ ഗ്രേറ്റ് ബിസിനസ്മാൻ ആയിരുന്നു എന്നാണ്. അമ്മു എല്ലാവരുടെ കൂടെ കത്തിവെക്കുന്ന തിരക്കിലും. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ക്യാമ്പ് കഴിഞ്ഞ് നേരെ ലൈബ്രറിയിൽ പോയി പുസ്തകവുമായി ഒരു മൂലക്കലിരുന്ന് വായിക്കുകയാണ് നമ്മുടെ കഥാനായിക ശ്രീവിദ്യ. ആ സമയം തന്നെ ഗ്രൗണ്ടിലേക്ക് ഒരു ലംബോർഗിനി കാറ് പൊടി പറത്തിക്കൊണ്ട് നിർത്തി. അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് സകല പെൺകുട്ടികളുടെയും കണ്ണ് പുറത്തേക്ക് തള്ളിപ്പോയി. അതായിരുന്നു നമ്മുടെ കഥാനായകൻ ഡാനിയൽ റോയ് കുര്യൻ്റെ ദ ഫസ്റ്റ് മാസ് എൻട്രി.